ഇത് നമ്മുടെ മഞ്ഞ കളർ കൊങ്ങിണിപ്പൂവാണ്. ഇതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ കുറേ ഇട്ടിട്ടുണ്ട്. നിറയെ കൊലകുത്തി ഇങ്ങനെ മഞ്ഞ കളറിൽ പൂവുണ്ടാവും, കാണാൻ നല്ല ഭംഗിയാണ്. മഞ്ഞപ്പൂക്കളോടൊക്കെ എനിക്ക് പണ്ടേ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ കൊങ്ങിണിപ്പൂ ഇങ്ങനെ നിറയെ മഞ്ഞ കളറായി പൂത്ത് കാണാൻ പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് മൊത്തത്തിൽ ഈ ചട്ടിയുടെ അറ്റം എത്തുന്ന രീതിയിലൊന്ന് വെട്ടി കൊടുക്കുകയാണ്. എന്നാലാണ് അത് നല്ല ഭംഗിയിൽ വരുള്ളൂ, അല്ലെങ്കിൽ ആകെ ഇങ്ങനെ എല്ലാ സൈഡിലേക്കുമായിട്ട് നിൽക്കും. അപ്പോൾ ഇതിങ്ങനെ വെട്ടിക്കൊടുത്ത് വേണം നമുക്ക് ഇതിനെ ഒരു ഷേപ്പ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിപ്പം ഒരു ഷേപ്പിലല്ല നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വെട്ടിക്കൊടുത്ത് നമുക്ക് ഷേപ്പാക്കി എടുക്കാം. ഇത് റെഡ് കളറ് പൂവാണ് കേട്ടോ. റെഡ് കളറ് കുങ്ങിപ്പൂവാണ്, മറ്റേത് യെല്ലോ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ ഒരു സുന്ദരി പൂ അവിടെ നിൽക്കുന്നുണ്ട്, അതിനെ അവിടെ നിർത്തിയിട്ടോ. അതിനെ വെട്ടിക്കളയാൻ തോന്നിയില്ല. അപ്പോൾ ഇത് കുറച്ച് വാൽസിം ചെടി ഉണ്ടല്ലോ, അതാണ്. അപ്പോൾ അത് ചെറുത് അവിടെ നിൽക്കുന്ന കണ്ടപ്പോൾ അത് പുല്ല് പറിച്ചപ്പോൾ കിട്ടിയതാണ്. ഇതിനൊന്നും പറിച്ച് കളയാൻ തോന്നിയില്ല. അതിനെ അവിടെ ഒരു 4-5 എണ്ണം ഉണ്ടായിരുന്നു. അതിനെയും അവിടെ ചെറിയൊരു കുഴി കുത്തിയിട്ട് അതിലേക്ക് എടുത്ത് വെക്കണം. പിടിക്കുമെന്നൊന്നും അറിയില്ല, ചിലപ്പോൾ പിടിക്കും. അപ്പോൾ അതും കൂടി ചെയ്തു കൊടുത്തു. പിന്നെ ഈ സൈഡിൽ നിറയെ പുല്ലുകളുണ്ടായിരുന്നു. ഇതിൽ കൂടുതലും തുളസിയുടെ തൈക്കളൊക്കെയാണ് കേട്ടോ. ഇതിവിടെ കുഴിച്ചിടാൻ വേറെ സ്ഥലമൊന്നുമില്ല, അപ്പോൾ എല്ലാം പറിച്ച് കളയാണ്. അതുപോലെ ഈ സൈഡിൽ നമ്മൾ മത്തങ്ങയുടെ തൈക്കളും മുളച്ച് നിൽക്കുന്നുണ്ട്. നമ്മൾ വിത്ത് പാകിയിട്ടതാണ് കേട്ടോ, മുളയ്ക്കണമെങ്കിൽ മുളയ്ക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്, ചെറിയ മത്തങ്ങയുടെ. അപ്പോൾ അതും അവിടെയും ഒന്ന് ക്ലീനാക്കി മൊത്തത്തിൽ. ഇനി നമ്മൾ നേരത്തെ ഗ്രോ ബാഗ് എടുത്ത് മാറ്റിയിട്ട് ആ സ്ഥാനത്ത് നമുക്ക് ചെടികൾ വെക്കാൻ പോവാണ്. അപ്പോൾ ഉഷമലരിയുടെ കുറച്ച് തൈക്കൾ ചട്ടിയിൽ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും ഓരോന്നും ഓരോ കളറാണ് കേട്ടോ. അപ്പോൾ ഓരോ കളേഴ്സായിട്ട് എടുത്തിട്ട് ഈ ഗ്യാപ്പിൽ നമ്മൾ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ റെഡ് ഉണ്ട്, പിന്നെ വൈറ്റ് കളറും എല്ലാം ഒരു 2-3 വെറൈറ്റി കളേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അതിൻ്റെ അടിയിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണേ. ഇത് മൊത്തം ഒന്ന് വെച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ വെട്ടാതെ ഇങ്ങനെ നിർത്തിയൊക്കെയാണ് കേട്ടോ. ഇതിൽ നിറയെ പൂവാണ്. ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ആ പൂക്കൾ കാണുമ്പോൾ അതിന് തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ അതേ മൊത്തത്തിൽ ഇങ്ങനെ വെച്ചപ്പോൾ നല്ലൊരു ലുക്കും നല്ലൊരു ഭംഗിയായിട്ടോ.